വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിതുബോധാ. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിതുബോധാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ചൻ റവറൻഡ് ഡോക്ടർ അലോഷ്യസ് കുളങ്ങര, റവറൻഡ് ഫാദർ ശ്യാം, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നാം ഇന്ന് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. മറ്റു കാലങ്ങളെ വിഭിന്നമായിട്ട് ഈ കോവിഡ് കാലം നമ്മൾ കർത്താവിൻ്റെ വരവിനായിട്ട് ആകാംക്ഷയോടും പ്രതീക്ഷയോടും പ്രയാസങ്ങളോടും കൂടി കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് കാത്തിരിക്കുന്ന നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ നമ്മോട് പറയുന്നത്. നമ്മൾ അനുദപിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, കർത്താവിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ഈ കോവിഡ് കാലത്ത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുതാപത്തോടുകൂടി കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കാം. ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ അനുതാപത്തോടെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെക്കുറിച്ചും പശ്ചാത്തപിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിക്കാൻ സന്തതം നമ്മെ നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ,
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനെ എതിരേൽക്കുവാൻ തിടുക്കത്തിൽ ഓടി അണയുന്നവർക്ക് ലൗകികമായ ഒന്നും തന്നെ പ്രതിബന്ധമാകരുതേ. എന്നാൽ സ്വർഗീയ ജ്ഞാനസമ്പാദനം ഞങ്ങളെ അവിടുന്നിൽ പങ്കാളികളാക്കുവാൻ ഇടയാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദയായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ
എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യേശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറൂസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കോഴിക്കോട് രൂപത വികാർ ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ, ബഹുമാനപ്പെട്ട ഫാദർ ശ്യാംകുമാർ, ഷാലോം ടി വിയിലൂടെ
ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആഗമനകാലത്തിൻ്റെ രണ്ടാം ഞായറാഴ്ചയുടെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പെരുമ്പടം ശ്രീധരൻ എന്ന എഴുത്തുകാരൻ എഴുതിയ ചെറുകഥയുടെ പേരാണ് സമയം. ഒരു ചെറുപ്പക്കാരൻ സമയം അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടുമുട്ടുന്നവരോടെല്ലാം ചോദിക്കും, സമയം എത്രയായി, സമയം എത്രയായി. അവരെല്ലാവരും വിവിധങ്ങളായ സമയങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ വളരെയധികം അസ്വസ്ഥനാണ്. അവരിൽ ആരിലും അയാൾ വിശ്വസിച്ചില്ല. ഏറ്റവും അവസാനം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, സമയം എത്രയായി? അവൾ പറഞ്ഞു, നിനക്ക് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് നീ വാച്ച് നന്നാക്കുന്ന, ക്ലോക്ക് നന്നാക്കുന്ന കടയിൽ ചെന്ന് ചോദിക്കുക സമയം എത്രയായെന്ന്. ഇയാൾ നേരെ വാച്ച് നന്നാക്കുന്ന കടയിലേക്ക് പോവുകയാണ്. ഇയാൾ ആ വാച്ച് നന്നാക്കുന്ന കടയിൽ ചെന്നപ്പോൾ ആ കടയുടെ ചുമരിൻ്റെ ഒരു ഭാഗത്ത് ചത്തുപോയ കേടായ ക്ലോക്കുകളാണ് അവിടെ തൂക്കിയിരിക്കുന്നത്. അതിലുള്ളതെല്ലാം വ്യത്യസ്തമായ സമയങ്ങളാണ്. ആ കടയുടെ മറ്റൊരു ചുമരിൽ വിവിധ രാജ്യങ്ങളിലുള്ള സമയങ്ങളുടെ ക്ലോക്കുകളാണുള്ളത്. അതുകൊണ്ട് അതിലുള്ള സമയങ്ങളും വളരെ വ്യത്യസ്തമാണ്. എന്നിട്ട് ഇയാൾ രണ്ടും കൽപ്പിച്ച് വാച്ച് നന്നാക്കുന്ന ആളോട് ചോദിച്ചു, സമയം എത്രയായി? വാച്ച് നന്നാക്കുന്ന ആള് ആ ചെറുപ്പക്കാരനെ നോക്കി അല്പനേരം നിശബ്ദനായി. എന്നിട്ട് ഉത്തരം കൊടുത്തു, ഒരാൾ തിരഞ്ഞെടുക്കുന്നതാണ് അയാളുടെ സമയം, ഒരാൾ നിശ്ചയിക്കുന്നതാണ് അയാളുടെ സമയം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നാം സമയം അന്വേഷിക്കുന്നവരാണ്. ട്രെയിനിൻ്റെ സമയം അന്വേഷിക്കുന്നവർ, ബസ് വരാനുള്ള സമയം അന്വേഷിക്കുന്നവർ, ഇപ്പോഴ് കോവിഡ് വാക്സിന് വേണ്ടിയുള്ള സമയം അന്വേഷിച്ചിരിക്കുന്നവർ, അങ്ങനെ സമയം അന്വേഷിച്ച് നമുക്കൊക്കെ ഒരു തരം മടുപ്പാണ്. ഈ മടുപ്പിനിടയിലും നാം മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, സമയം എത്രയായി, സമയമായോ. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനത്തിനോട് രക്ഷയുടെ അടയാളമായ സമയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വായനകളാണ് ഈ ഞായറാഴ്ച സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. രക്ഷകനെ കാത്തിരുന്ന ഇസ്രയേൽ ജനത്തോട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, ആശ്വസിപ്പിക്കുവിൻ, ഉത്കണ്ഠപ്പെടേണ്ട, ഇതാ നിന്റെ രക്ഷയുടെ സമയം സമാഗതമാകാൻ പോവുകയാണ്. എന്നിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ നാം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടതുപോലെ രക്ഷയുടെ സമയത്തിൻ്റെ അടയാളമായിട്ട് 3 കാര്യങ്ങൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. 3 അടയാളങ്ങൾ അവർക്ക് നൽകുകയാണ്. ഒന്നാമത്തെ അടയാളം അവളുടെ വിമോചനമാണ്. അവൾ അടിമത്തത്തിൽ നിന്ന്, ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയാണ്. എത്തരത്തിലുള്ള അടിമത്തങ്ങളാണ് അവൾ അഭിമുഖീകരിച്ചിരുന്നത്?
ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തം ആ പതനം മൂലം അവളുടെ മേൽ ശാപം കടന്നു വന്നപ്പോൾ പാപത്തിൻ്റെ അടിമത്തമുണ്ടായി, ശാപത്തിൻ്റെ അടിമത്തമുണ്ടായി, മരണത്തിൻ്റെ അടിമത്തമുണ്ടായി, ഇരുളിൻ്റെ അടിമത്തമുണ്ടായി. ആയതിനാൽ ഒന്നാമത്തെ അടയാളം, അവളുടെ ഈ അടിമത്തം ദൈവം ഇല്ലാതാക്കുകയാണ്. അതായത് തിന്മയുടെ ഇരുളിൻ്റെ അടിമത്തം ഇല്ലാതാക്കാൻ ഇരുളിൻ്റെ താഴ്വരയിൽ ഒരു പ്രകാശം ഉദയം ചെയ്യാൻ പോകുന്ന സമയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം മറ്റൊരടയാളം കൊടുക്കുകയാണ്. ഇതാ ഒച്ചത്തിൽ ഒരു സ്വരം കേൾക്കാൻ പോകുകയാണ്. മരുഭൂമിയിൽ ഉച്ചത്തിലുള്ള ഒരു സ്വരം കേൾക്കാൻ പോകുകയാണ്. ഈ സ്വരത്തിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കുന്നുകള്, മലകള്, കുഴികള് ഇതെല്ലാം നികത്തപ്പെടാൻ പോവുകയാണ്. അതിനർത്ഥം ഈ സ്വരത്തിലൂടെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, രക്ഷയുടെ സമയം അനുഭവിക്കാനുള്ള നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളായ നിന്റെ അഹങ്കാരം, നിന്റെ ഭയം, നിന്റെ വിഷാദം, നിന്റെ നിരാശ, ഈ ബന്ധനങ്ങളെല്ലാം, നിന്റെ തഴക്കദോഷങ്ങൾ, നിന്റെ ബലഹീനതകൾ, ഈ ബന്ധനങ്ങളെല്ലാം നികത്തപ്പെടാൻ പോവുകയാണ്, ബഹിഷ്കരിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അടയാളമാണ് മരുഭൂമിയിൽ ഉച്ചത്തിൽ കേൾക്കുന്ന സ്വരം. കുന്നുകളും മലകളും കുഴികളും എല്ലാം നികത്തപ്പെടും. രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പ്രയാണത്തിൻ്റെ മുൻപിലുള്ള, ആ സമയം അന്വേഷിച്ചുള്ള നിന്റെ പ്രയാണത്തിൻ്റെ മുൻപിലുള്ള എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്ന സ്വരത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ നമ്മളോട് രണ്ടാമത്തെ അടയാളമായി പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ അടയാളം എന്താണ്? ദൈവമായ കർത്താവ് ശക്തിയോടെ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വെറും കൈകളോടെ അല്ല അവൻ നിന്റെ അടുത്തേക്ക് വരുന്നത്, നിനക്ക് സമ്മാനമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ, ദൈവപരിപാലനയുടെ, ആടുകളെ മേയ്ക്കുന്ന നല്ല ഇടയനെ പോലെ ദൈവപരിപാലനയുടെ ഒരു വലിയ സമ്മാനവുമായിട്ടാണ് ദൈവം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ ആഗമന കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചത്തേയിലെ ആദ്യത്തെ വായനയിൽ ആ വായന തുടങ്ങുന്നത് തന്നെ, നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നാം രണ്ടാമത്തെ വായനയിലേക്ക് പ്രവേശിക്കുന്നത്. 2 പത്രോസിൻ്റെ ആ വചനങ്ങളാണ് രണ്ടാമത്തെ വായനയായി സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ വിശുദ്ധ പത്രോസ് ദൈവജനത്തോട് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനി സമയത്തെക്കുറിച്ചല്ല ആകുലപ്പെടേണ്ടത്. കാരണം നിന്റെ രക്ഷയുടെ സമയം ഏതെന്ന് നിനക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. കാരണം ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ അളവുകോല് നിന്റെ അളവുകോലിൽ നിന്ന് വ്യത്യസ്തമാണ്. നീ കാണുന്നതിനപ്പുറം കാണാൻ, നീ കേൾക്കുന്നതിനപ്പുറം കേൾക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നിന്റെ ജീവിതത്തിൽ ഒരു കള്ളനെ പോലെ കടന്നു വരും. നീ ചെയ്യേണ്ടത് ഈ ആഗമന കാലഘട്ടത്തിൽ രക്ഷകനെ പ്രതീക്ഷിക്കുമ്പോൾ നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നീ വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ച് തീഷ്ണതയോടെ ശുഷ്കാന്തിയോടെ ജീവിക്കുവിനെന്ന് പത്രോസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ആകുലതകൾക്ക് സ്ഥാനമില്ല, സമയത്തെ അന്വേഷിച്ച് നടക്കേണ്ട. കാരണം സമയം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ ചെയ്യേണ്ടത് വിശുദ്ധിയോടെ ദൈവഭക്തിയോടെ അവൻ ദൈവിക നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. ഈ 2 വചനങ്ങൾ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ്
വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ ഉച്ചത്തിലുള്ള സ്വരം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്, ഇതാ സ്വർഗത്തിൻ്റെ ഒരു ദൂതൻ മരുഭൂമിയിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മർക്കോസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവൻ, തോലുകൊണ്ടുള്ള അരപ്പട്ട കെട്ടിയവൻ, കാട്ടുപക്ഷികളെയും കാട്ടുതേനും ഭക്ഷിക്കുന്നവൻ. ഈ വചനങ്ങളിലൂടെ ഇതാരാണ് എന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊരു സന്യാസിയുടെ ലക്ഷണങ്ങളാണ്. മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട സ്നാപയോഹന്നാനെ ഒരു സന്യാസിയായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഈ സന്യാസി, ഒരു സന്യാസി ആരാണ്? സമയത്തെ അന്വേഷിക്കുന്നവനല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് സന്യാസി. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള പാലസ്തീന ദേശത്തുള്ള ഹെബ്രയരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ദൈവത്തെ അന്വേഷിക്കാൻ വരുവിൻ. എന്നാൽ 2 കണ്ടീഷനുകളാണ് നിങ്ങളുടെ മുൻപിൽ നൽകാനുള്ളത്. ഒന്ന്, നിങ്ങൾ അനുതപിക്കണം, അതായത് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, പശ്ചാത്താപിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറൻസ് ലഭിക്കും. രണ്ടാമത്തേത്, വെള്ളം കൊണ്ടുള്ള സ്നാനം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ അനുതാപത്തിലൂടെ, വെള്ളം കൊണ്ടുള്ള സ്നാനത്തിലൂടെ സ്നാപയോഹന്നാൻ തൻ്റെ ചുറ്റുപാടുമുള്ള ജനത്തിന് വലിയ ഒരു ചൂണ്ടുപലകയാകുകയാണ്. ഇത് വേറെ ഒന്നിനുമല്ല, ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ ദൈവമായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏഖോലോ അഞ്ഞല്ലോ ദിദിയൊക്കെ തോലി പെക്കാത്തി ദെൽ മോന്തോ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ, സ്വർഗത്തിൽ നിന്ന് ശക്തിയോടെ ഇറങ്ങി വരുന്ന ദൈവമായ കർത്താവ്. എന്നിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് സ്നാപയോഹന്നാൻ പഠിപ്പിക്കുകയാണ്. ആ വരുന്നവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകും. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണരാകും. ഇതാണ് വചനം പറയുന്നത്, ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ മാനവകുലം മുഴുവൻ പരിപൂർണരാകേണ്ട ഒരു വലിയ ദൈവവിളിയുടെ സമയം സമാഗതമാകുകയാണ്. അതിന് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകാൻ കഴിവുള്ളവൻ ക്രിസ്മസ് നാളിൽ നമുക്ക് വേണ്ടി പുൽത്തൊട്ടിൽ പിറക്കാൻ പോകുകയാണ്. ആ ഉണ്ണിയേശുവിനെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ സ്വർഗത്തിൻ്റെ സമയം സമാഗതമാകുന്ന ആ നിമിഷങ്ങളെ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന 2ാമത്തെ ആഗമന ഞായറാഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ആകുലതകളും ഭയങ്ങളും പകർച്ചവ്യാധികളും കഷ്ടതകളുമെല്ലാം നമുക്ക് ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട്, കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവയെല്ലാം കഴുകി ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് വെടിപ്പാക്കാം. അപ്പോൾ നാം രോഗങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, മരണത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, കലഹത്തിൻ്റെ ദുരാത്മാക്കളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ നമുക്ക് ലഭിക്കും. അപ്രകാരം ഈ കുർബാനയിൽ, ഈ വിശുദ്ധ ബലിയിൽ രക്ഷയുടെ സമയം അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും
ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹനിധിയായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അരൂപിയിൽ നിറച്ച് വിശ്വാസികൾക്ക് അങ്ങയിലേക്ക് അടുക്കുവാനുള്ള മാർഗദീപമാക്കി അവരെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളുമെന്ന് അരുൾ ചെയ്തതുപോലെ ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികൾക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ അതിജീവിക്കുവാനുള്ള മാനസിക ശക്തിയും അങ്ങയിലേക്ക് അടുക്കുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് വിശ്വാസ ദൃഢതയോടെ മുന്നേറുവാനുള്ള കൃപയും കരുത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥ, വൃദ്ധരായ എല്ലാ മാതാപിതാക്കളെയും അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. മക്കളുടെ നല്ല ഭാവിക്കായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഇവർ മക്കളുടെ സ്നേഹവും സംരക്ഷണവും ആവോളം ആസ്വദിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഇവരുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അതിനാഥനായ ദൈവമേ, വിശ്വാസ ജീവിതം പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സകല മാലാഖമാരുമൊത്ത് അങ്ങയെ പാടി സ്തുതിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലണമേ.
ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും അൾത്താരവേദിയിൽ അർപ്പിതമാകാം ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും അൾത്താരവേദിയിൽ അർപ്പിതമാകാം ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും ദാസർക്കു പകരമായി കൈക്കൊള്ളണേ പ്രീതിയോടി ബലി സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ ദൈവമേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ധന്യപ്രവാചകന്മാരെല്ലാം പ്രഘോഷിച്ച കനികാമേരിതൻ ഓമൽപുത്രൻ രത്നമാമതൻ സ്നേഹത്തിൽ അങ്കണതലത്തിൽ വളർന്നു വന്നു. ആഗതനാകുന്ന രക്ഷകനേശുവിനെ യോഹന്നാൻ പാടിപ്പുകഴ്ത്തി മന്നിൽ ദൈവകുഞ്ഞാടിനെ കാണിച്ച് തന്നവൻ ഭൂവിൽ വസിപ്പോർക്ക് മോദമോടെ. ആകയാൽ ദൂതന്മാർ, മുഖ്യന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങി എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ.
സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേയത്തിന് മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് താഴ്മയോടെ ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം എങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളാകൂർ അനുഗ്രഹീത. കർത്താവേ നീൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവിൻ. തൻ്റെ ഏകജാതൻ്റെ ആഗമനത്തിലും കടന്നുപോകലിലും വിശ്വസിക്കുകയും
പുനരാഗമനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സർവശക്തനും കാരുണ്യവാനുമായ ദൈവം അവിടുത്തെ ആഗമന ദീപ്തിയാൽ പൗത്രീകരിക്കുകയും തൻ്റെ അനുഗ്രഹവശത്താൽ ധന്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ജീവിതയാത്രയിൽ അവിടുന്ന് നിങ്ങളെ വിശ്വാസത്തിൽ അചഞ്ചലരും പ്രത്യാശയിൽ സന്തുഷ്ടരും സ്നേഹത്തിൽ കർമ്മനിരതരുമാക്കുമാറാകട്ടെ. മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ രക്ഷകന്റെ ആഗമനത്തിൽ ഭക്തമാനസരായി ആഹ്ലാദിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് മഹാപ്രതാപത്തോടെ വീണ്ടും എഴുന്നള്ളുമ്പോൾ നിത്യജീവന്റെ സമ്മാനം നൽകുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ.